നമസ്കാരം. അങ്ങനെ കേരള PSC-യുടെ കലണ്ടർ, മെയ് മാസത്തെ കലണ്ടർ വന്നിരിക്കുകയാണ്. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ മക്കളെ 23-ാം തീയതി വന്നിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു എക്സാം എന്നാണ്, ഏപ്രിൽ മാസം ഉണ്ടായില്ല. അപ്പോൾ ദാ മെയ് മാസം വന്നിരിക്കുകയാണ്. മെയ് മാസം അവസാനത്തേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇനിയും ഏതാണ്ട് 80ഓളം ദിവസങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൃത്യമായി പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം കറക്റ്റായിട്ട് വിനിയോഗിക്കുക. എന്താണ് സിലബസിൽ എന്ത് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതോ പഴയതുപോലെ തന്നെയാണോ, എല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെയും വ്യുമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെയും കോമൺ സിലബസ് ആണ്. രണ്ടിനും ഇത് തന്നെയാണ് സിലബസ്. രണ്ടിനെയും സമയം നോക്കിയാൽ 100 മാർക്ക് തന്നെയാണ്, 100 മാർക്കിന്റെ പരീക്ഷ തന്നെയാണ്. 1.5 മണിക്കൂർ തന്നെയാണ് രണ്ട് എക്സാമിന്റെയും സമയം, പരീക്ഷാ സമയമായിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് നോക്കിയാൽ, അതായത് സിലബസിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡീകോഡ് ചെയ്താൽ, ചരിത്രം 5 മാർക്കാണ്. അത് നേരത്തെയും 5 മാർക്ക് തന്നെയായിരുന്നു. ചരിത്രത്തിന് സെയിം മാർക്ക് തന്നെയാണ്. ഭൂമിശാസ്ത്രം, ജോഗ്രഫിയിലേക്ക് വന്നാൽ അവിടെയും 5 ആണ്. ധനതത്വശാസ്ത്രവും 5 മാർക്ക് തന്നെയാണ്. അതായത് എക്കണോമിക്സും 5 മാർക്കാണ്. ഇന്ത്യൻ ഭരണഘടന പതിവ് പോലെ തന്നെ 8 മാർക്കാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, 8 മാർക്കിന്റെ സിലബസ് ആണ്. ഇനി കേരളവും ഭരണ സംവിധാനവും 3 മാർക്ക് തന്നെയാണ്. അതേപോലെ തന്നെ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 4 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ഇങ്ങനെയാണ് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പൊ സയൻസ് 3 കൂടി നോക്കിയാൽ 4, 3, 7, 3, 10 മാർക്ക് തന്നെയാണ് സയൻസിന് ഇവിടെ കാണാൻ പറ്റുക. ഇനി കലാകായിക സാഹിത്യ സംസ്കാരമാണെങ്കിൽ അവിടെ 4 മാർക്കാണ്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് 10 മാർക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 14 മാർക്കോളം കറണ്ട് അഫയറിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ കലാകായികം സാഹിത്യ സംസ്കാരം അവിടെ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നേക്കാം. ഇനി മാത്സ് 10 മാർക്കാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് 10 മാർക്കാണ്. പ്രാദേശിക ഭാഷ മലയാളത്തിനും 10 മാർക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കാണ്. ഇവിടെ ചേഞ്ച് വരികയാണെങ്കിൽ തന്നെ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് കൂടി ഒന്ന് നോക്കി വരാം. ചരിത്രം പഴയതുപോലെ തന്നെയാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ, ശ്രീതിരുനാൾ മുതൽ തിരുവിതാംകൂറിന്റെ ചരിത്രം, അതേപോലെ തന്നെ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. അതേപോലെ തന്നെ നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഭാഗത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ അടുത്ത രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതേപോലെ തന്നെ ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഇവിടെയൊന്നും പ്രത്യേകിച്ച് സിലബസിൽ മാറ്റമില്ല. എല്ലാ പരീക്ഷകൾക്കും വരാറുള്ളത് പോലെ തന്നെയാണ്. ഭൂമിശാസ്ത്രം നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫിയാണ് ആദ്യം, അതിനുശേഷം ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും ഒക്കെ തന്നെയാണ്. അതിലും മാറ്റമൊന്നും പ്രത്യേകിച്ചില്ല. ഇനിയും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ധനതത്വശാസ്ത്രം ഏറ്റവും കുറച്ച് പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ടോപ്പിക്കാണ്. 5 മാർക്കാണ് ടോപ്പിക്കിലുള്ളത്, 5 മാർക്കാണ്. പക്ഷെ പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കിയേ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. സിമ്പിൾ ആയിട്ട് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, 5 മാർക്ക് വളരെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാനായിട്ട് പറ്റുന്ന ഭാഗമാണ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ, നോക്കിയേ, ഇന്ത്യൻ ഭരണഘടന 8 മാർക്കിന്റെ ടോപ്പിക്കാണ്. ഇത്രയും പഠിച്ചാൽ മതി, ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, നോർമൽ പഠിക്കുന്ന കാര്യങ്ങൾ മതി, നിങ്ങൾക്ക് 8 മാർക്ക് സുഖമായിട്ട് വാങ്ങാൻ പറ്റും. അതേപോലെ കേരളം ഭരണ സംവിധാനമുണ്ട്, 3 മാർക്കാണ്. നമ്മുടെ ബയോളജി 4 മാർക്ക്, അതേപോലെ തന്നെ ഫിസിക്സ് 3 മാർക്ക്. അതേപോലെ തന്നെയാണ് കെമിസ്ട്രിയുടെ കാര്യവും, കെമിസ്ട്രിക്ക് 3 മാർക്ക് തന്നെയാണുള്ളത്. കെമിസ്ട്രിയൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കലാകായിക സാഹിത്യ സംസ്കാരം ഇവിടെ 4 മാർക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതിലെ പല ടോപ്പിക്കുകളും, ഈ ടോപ്പിക്ക് സ്റ്റാറ്റിക് ആണ്. ഇവിടുന്ന് ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, അധികം കറണ്ട് അഫയേഴ്സ് വരാൻ സാധ്യതയില്ല. ചിലപ്പോൾ മരണപ്പെട്ട ആളുകളെ പറ്റി, മരിച്ചവരെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടുന്ന് ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ കായികം, ഇവിടുന്ന് CA ടോപ്പിക് ഉറപ്പായിട്ടും വരും. നമുക്കറിയാവുന്നതാണ്, PSC-യുടെ ട്രെൻഡാണ്. ഇവിടുന്ന് ചോദ്യം വരാം. പ്രത്യേകിച്ച് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട, പ്രധാന കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട, പ്രധാന ട്രോഫികളുമായി ബന്ധപ്പെട്ട, പ്രധാന അവാർഡുകളുമായി ബന്ധപ്പെട്ട് ഇവിടുന്നൊക്കെ CA കറണ്ട് അഫയർ ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് മസ്റ്റായിട്ട് ആ കാര്യങ്ങൾ പഠിച്ചു വെച്ചോണേ മക്കളെ. അതേപോലെ സാഹിത്യത്തിൽ നിന്ന് ചോദിക്കാം. പിന്നീട് മാത്സ് ആണ്. മാത്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 10 മാർക്കിന്റെ ടോപ്പിക്കാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വെച്ചിട്ട് ആകെ 30 മാർക്കുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നോക്കിക്കോണേ, സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരുമ്പോഴാണ് പിന്നെ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ആദ്യം അബ്കാരി ആക്ട് ആണ് കിടക്കുക. അബ്കാരി ആക്ട് 1 of 1077, ആ ആക്ട് ആണ്. 4 മാർക്കാണ് കിടക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ NDPC ആക്ട് 2 മാർക്കാണുള്ളത്. അതിനുശേഷം അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോഴോ ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട വെയർഹൗസ് റൂൾസുമായി ബന്ധപ്പെട്ട 1968 ആക്ട് 3 മാർക്ക് തന്നെയാണുള്ളത്. മൊഡ്യൂൾ 4 ഫോറിൻ ലിക്വർ റൂൾസ് ആണ്, അത് 3 മാർക്കാണ്. ഓക്കെ, അടുത്തതിന് ശേഷം കോഡ്പയാണ്. കോഡ്പയ്ക്ക് എത്രയാണ്, കോഡ്പയ്ക്ക് 3 മാർക്ക് തന്നെയാണ് ചോദ്യത്തിൽ ഉള്ളത്. അവിടെയും വ്യത്യാസമൊന്നും വരുന്നില്ല. അതിനുശേഷം ആൽക്കഹോളിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആക്ട് ഉണ്ട്, അത് 3 മാർക്കാണ്. ഇൻഫർമേഷൻ ടെക്നോളജി 2 മാർക്ക്, അവിടെയും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ്. IT ആക്ടിലാണ് അവസാനിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സിലബസിലുള്ളത്. പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇനി എത്ര സമയമുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഫെബ്രുവരി ലാസ്റ്റാണ്. ഫെബ്രുവരി വിട്ടേക്കാണ്. നാളെ മാർച്ച് 1 തുടങ്ങിയാണ്.
മാർച്ച് 1 തൊട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 1 ഉണ്ട്, അതിനുശേഷം ഏപ്രിൽ മാസമുണ്ട്, മാർച്ച് ഫുള്ള് നമുക്ക് കിട്ടുകയാണ് ഏതാണ്ട് 31 ദിവസമുണ്ട്, ഏപ്രിൽ മൊത്തം കിട്ടുകയാണ് 30 ദിവസമുണ്ട്, മാർച്ച് ഏപ്രിൽ മെയ് മാസമാണ് എക്സാമിനേഷൻ, അതായത് മെയ് 23-നാണ് എക്സാമിനേഷൻ. നോക്കിയ മക്കളെ എത്ര ദിവസമുണ്ട്? 83 ദിവസമുണ്ട്. 83 ദിവസം നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ഓപ്പറേഷൻ കാക്കി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ 80 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് CPO, WCPO, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഇത്രയും പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് ഓപ്പറേഷൻ കാക്കി ബാച്ച്. ധൈര്യമായിട്ട് പഠിച്ചോടാ. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പഠിച്ച് ജോലിയും നേടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8281223366 ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. 8281223366 ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഇത് അല്ലാതെ തന്നെ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും. ഈ ഗൂഗിൾ ഫോമിൽ ഒന്ന് നിങ്ങൾ ഫില്ല് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൂഗിൾ ഫോമിൽ നിങ്ങളൊന്ന് ഫില്ല് ചെയ്താലും നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ നോക്കുക, അഡ്മിഷൻ എടുക്കാം, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഓപ്പറേഷൻ കാക്കിയിലൂടെ മക്കളെ നിങ്ങളുടെ യൂണിഫോം അണിയാമെന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാം. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഉടൻ തന്നെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും.